എന്നോടൊപ്പം മനസ്സ് തുറക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൈരളിക്കും മലയാളത്തിനും മാത്രമല്ല ഭാരതത്തിന് തന്നെ ഒരുപാട് സംഭാവനകൾ നൽകിയ ലോകത്തിലെ തന്നെ മലയാള സമൂഹത്തിലെ ഏറ്റവും വലിയ സഭയുടെ സ്ഥാപകനായ റവറൻഡ് ഡോക്ടർ എം.എ. വർഗീസ് അവറുകളാണ്. സ്വാഗതം. അതോടൊപ്പം തന്നെ ഇന്ന് ആ സഭയുടെ വിശ്വാസികളുടെ പ്രതിനിധികളായി 3 പേർ പങ്കെടുക്കുന്നു. ബ്രദർ സന്തോഷ് കുമാർ, ബ്രദർ വിജിൽ വർഗീസ് ആൻഡ് ബ്രദർ സനൂപ് എസ്. സ്വാഗതം ഈ ചർച്ചയിലേക്ക്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ അനുഗ്രഹവും ശാപവും എന്ന് പറയുന്ന വിഷയം ശരിക്കും പറഞ്ഞാൽ നിങ്ങളിത് ലൈവ് ഇവിടെ അനുഭവിക്കുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ദൂരെ നിന്ന് വായിക്കുകയും കേൾക്കുകയും അല്ലെങ്കിൽ ടെലിവിഷനിൽ കൂടെ ഒക്കെ കാണുക. ഇപ്പം ഒരു അനുഭവസ്ഥർ എന്ന നിലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇതിനൊരു ദുരുപദേശം എന്നൊക്കെ പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസികളും ഒരു ബിസിനസ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവരാണ്. അതിൽ ചിലരൊക്കെ കാര്യങ്ങളെ നന്നായി പഠിക്കുന്ന മേഖലകളിൽ നിൽക്കുന്നവരാണ്. ഞാനതിനെ തുറക്കുന്നില്ല എന്നുള്ളതുള്ളൂ. അപ്പം ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ശരിക്കും പാസ്റ്റർ, ഞങ്ങളുടെ പാസ്റ്റർ ദുരുപദേശമല്ലേ എന്ന് പക്ഷേ ഇവരൊക്കെ ഇവിടെ വരുമ്പോ എന്നായിരുന്നു, ഇപ്പൊ ഇവരൊക്കെ ലക്ഷ്യപ്രഭുക്കളാണ്. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ദിവസം ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു സൈക്കിൾ പോലും ഇല്ലാതെ ഞാൻ ഈ പട്ടണത്തിൽ വരുന്നത്. ഈ അനുഗ്രഹവും ശാപവും എന്ന വിഷയത്തെ പോലും നാട്ടിലുള്ള ബൈബിളിൽ ഇങ്ങനെ ആവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ ശുശ്രൂഷ ഭാഗമായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം നമ്മളൊക്കെ വിശ്വാസത്തിൽ വന്ന പശ്ചാത്തലം ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല. പക്ഷെ ഈ പട്ടണത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് വന്നത്. അപ്പോൾ ജീവിതത്തില് ശരിയായ നിലയിലുള്ള കാഴ്ചപ്പാടിലേക്ക് ഈ ആത്മക്കണ്ണ് തുറന്ന് കിട്ടിയതുപോലെയായിരുന്നു. എന്തോ ജീവിതത്തിൽ ലഭിക്കത്തില്ല, ഇനി ഒരിക്കലും സാധ്യതയില്ലെന്ന് പറഞ്ഞ് അടയ്ക്കപ്പെട്ട ഒരു അനുഭവത്തിലാണ് ഇവിടെ വന്നത്. ജോലി സംബന്ധമായിട്ടൊക്കെയാണ് പഠനത്തോടനുബന്ധിച്ച് വന്നു, അതിനുശേഷം ജോലി സംബന്ധമായിട്ടൊക്കെ. പക്ഷെ ഇവിടെ രക്ഷപ്പെട്ടില്ല. ഒന്നിനകത്തും എന്ത് ചെയ്താലും അതിനകത്തൊരു വിജയം കാണാൻ കഴിഞ്ഞില്ല. പൊതുവിൽ ഞാൻ ജനിച്ച പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഏത് പ്രോഗ്രാം ചെയ്തോ ആ ഗ്രൂപ്പ് തോക്കും. വേറൊരു സ്ഥലത്ത് പോയാൽ അവിടെ പരാജയമായിരിക്കും. എല്ലാം പോകുന്നതെല്ലാം പരാജയം. ഇനി ഈവൻ ഒരു പ്രോഗ്രാമിന് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഞങ്ങൾ അറ്റൻഡ് ചെയ്ത ഗ്രൂപ്പ് അങ്ങ് തോക്കുക. സോ അപ്പൊ ആ ഒരു നിലയിലായിരുന്നു എന്റെ ജീവിതത്തിൽ. അപ്പൊ കാണുന്നവർക്കും അതൊരു ചിന്ത, ഇങ്ങനൊരു ആ ഒരു രീതിയിലുള്ള ഒരു ശപിക്കപ്പെട്ട ഒരു ഫാമിലി ആണെന്നുള്ള ചിന്തയില്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് പാസ്റ്ററുകള് ഇവിടെ നിന്ന് ആ വിഷയത്തെ സ്പെസിഫിക് എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ മെസ്സേജ് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു വിഷയമാണല്ലോ. ഈ കേട്ടത് ഗ്രഹിക്കുകയും വേണം. ഗ്രഹിക്കുന്നത് നന്നായിട്ട് വളർന്നാലേ ഫലം ഉണ്ടാവുള്ളൂ എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ല വചനം ഗ്രഹിക്കണം, ഗ്രഹിച്ചത് ഫലം ഉണ്ടാവുന്നു. അത് കേട്ടത് ആ ഒരു ഇതെല്ലാം പാസ്റ്ററുകൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ആത്മതലം തുറക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ്. ഈ കുളം കലക്കുന്നത് പോലെ, ദൂതനിറങ്ങി കലക്കുമ്പോൾ ആദ്യം ചാടിയവൻ സൗഖ്യമെന്ന് പറഞ്ഞതുപോലെ ഈ ആത്മ ശുശ്രൂഷ നടക്കുന്ന ഈ കേൾക്കുന്നത് ഓൺലൈനിൽ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ സ്ഥിരം ഈ ശുശ്രൂഷയിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് എൻ്റെ അനുഭവത്തിലാണെങ്കിൽ ഞാൻ അന്നേരമാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ ജീവിതത്തിൽ അറിയാത്ത ശാപ കാരണങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അന്നേരം കർത്താവ് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ കണ്ടിന്യൂസ് ഗതി പിടിക്കാതിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഗതി പിടിക്കണമെന്നൊരു ആഗ്രഹമാണ്. അപ്പൊ എങ്ങാനും ശാപം ഉണ്ടെങ്കിൽ കർത്താവ് അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനകത്ത് ഒരു യാതൊരു ചെലവ് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന തെറ്റെന്താണ്? തെറ്റില്ല ദിവസം. അല്ല, അതിന് സത്യം പറഞ്ഞു വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ കൂടുതലായിട്ട് അതിനെ ചിന്തിക്കേണ്ട കാര്യം പോലും വന്നില്ല. ഓൾറെഡി എന്തായാലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ദൈവസന്നിധി തീർച്ചയായിട്ടും പറഞ്ഞു. ദേവദാസൻ അന്ന് ശുശ്രൂഷ ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയട്ടെ, ദേവദാസനെ ഒരു സൈക്കിള് പോലും ഇല്ലാതെ ഞാൻ അവിടെ വന്നത്. ഇന്ന് ദൈവം അനേക വാഹനങ്ങൾ തന്നു. ഇവിടെ സാധാരണ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും സ്വന്തമായ ഒരു ഭവനം അത് പ്രതീക്ഷിക്കാൻ സാധ്യയില്ലായിരുന്നു. അത് എന്താ പറയാ, ഇവിടെ ദൈവം തന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാരണം ഇതൊരു നനവുള്ള തോട്ടമാണ്. യശയ്യാപ്രവചനത്തിൽ പറയുന്നത് ഇത് നനവുള്ള തോട്ടമാണ്. ഇതിനകത്ത് ഏത് പടുവിത്താണേലും ഇവിടെ വന്നാൽ തോട്ടത്തിന്റെ മണ്ണിന്റെ പ്രത്യേകത, ബത്തേലിന്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയതാണ്. എന്റെയൊക്കെ സാഹചര്യത്തിൽ വന്ന് ഞാൻ ഒരിക്കലും ഗതി പിടിക്കേണ്ട ആളല്ല. പക്ഷെ ദൈവകൃപയിൽ ഇവിടെ നല്ല മണ്ണിൽ വീഴുവാനും ഇന്ന് മെഡിക്കൽ ബിസിനസ് അനുഗ്രഹീതമായ നിലയിൽ സ്തോത്രം കർത്താവ് വഴികളെ ഒരുക്കി ജീവിതത്തിൽ ഇന്ന് ഒരു നോട്ട് ഓൺലി ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്, കുറെ സമ്പത്ത് ഉണ്ടായി എന്നുള്ള മാത്രമല്ല, ഈ സമ്പത്തിനകത്ത് ഒരു സന്തോഷിക്കാനുള്ള ഒരു കൃപ. അതുപോലെ തന്നെ ഞാൻ ഇത് ചോദിക്കാത്തൊരു കാര്യം എടുത്തു പറയട്ടെ.
ബഥേലിന്റെ ഒരു പ്രത്യേകത, അതുപോലെ തന്നെ ഈ സഭയുടെ ഒരു മേൽ കിടക്കുന്ന മാൻഡിൽ എന്ന് മനസ്സിലാക്കുന്നത് ഇതൊരു ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കുന്ന ഒരു ഫാക്ടറി. അപ്പോ ഈ ഫാക്ടറിയിൽ സത്യം പറഞ്ഞാൽ ഞാനൊരു ശുശ്രൂഷകനാകും എന്നുള്ളത് എന്റെ ചിന്തയിൽ പോലും ഇല്ല. ഇവിടെ വന്നു ബിസിനസ്സുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആത്മീക വശത്തിലൂടെ ശ്രദ്ധിക്കാൻ, പ്രത്യേകിച്ച് സഭ ശ്രദ്ധിക്കുന്ന ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ഈ സഭയുടെ മേൽ കിടക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഈ ചന്ദനത്തോടു കൂടി ചേർന്ന് എന്തുണ്ടാവും? ചന്ദനം മണക്കത്തോട് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഇവിടെ മാൻഡിൽ കിടക്കുന്നുണ്ട്, അതിൽ ബ്ലെസ്സിങ് ഉണ്ട്. അപ്പൊ തന്നെ മിനിസ്ട്രിയിൽ വാർത്തെടുക്കാൻ, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഒരു ശുശ്രൂഷ നിലയിലോട്ട്, അതൊരു പ്രത്യേകിച്ച് ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. അത് എടുത്ത് പറയുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കുന്ന സഭകൾ ഇല്ല. എല്ലാവരും ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ അത് എൻഡ് ടു എൻഡ് അവരത് വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മുന്നേ ഞങ്ങൾ വരുന്നതിന് മുമ്പേ 100 ആയിരക്കണക്കിന് ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിച്ചു. ഈ തലമുറയിൽ ദൈവം ഇവിടെയും മറ്റുള്ള സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുവാനുള്ള ഒരു മാൻഡിൽ ദൈവം ഞങ്ങളുടെ മേലും നൽകി. അത് എനിക്ക് തോന്നുന്നത് ഇവിടെ ആയിരിക്കുന്ന അഭിഷിക്തന്റെ മേലും ഈ സഭയുടെ മേലും കിടക്കുന്ന ഒരു നിയോഗമാണ്. എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഹമ്യാവിനെ പോലെയാണെന്ന് ഞങ്ങൾക്ക് പറയാം. കാരണം നെഹമ്യാവ് ഒരു കൈ കൊണ്ട് വേല ചെയ്തു, ഒരു കൈ കൊണ്ട് യുദ്ധം ചെയ്തു. അത് പറയുമ്പോൾ വെജി ബ്രദർ സ്വല്പം ക്രിട്ടിക്കാന്ന് തോന്നുന്നു. ക്രിട്ടിക്കാണെങ്കിലും തുറന്നു പറയാനുള്ള അവകാശം ഭാഷ തന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഞാനിവിടെ കടന്നു വരുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടത് നാട്ടിൽ വെച്ചാണ്. ഞാൻ യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് റഷ്യയിലേക്ക് വന്നത്. ഒരു IPCയുടെ നിലവാരത്തിൽ റഷ്യയിലേക്ക് വന്നത്. അന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് ആദ്യം കടന്നു വരുമ്പോൾ ഞാൻ വരുന്ന സഭയിൽ നിന്നുള്ള ദേവദാസന്മാർ ഉൾപ്പെടെ ബാംഗ്ലൂരിലാണ് പോകുന്നതെങ്കിൽ വേറെ എവിടെ പോയാലും ബഥേൽ AG MA വർഗീസ് പാസ്റ്ററുടെ സഭയിൽ പോകരുതെന്ന് ക്ലാസ് എടുത്ത്, അങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ് എടുത്ത് പറഞ്ഞു വിട്ടതാണ്. നമ്മൾ പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ച് അതിന്റെ ആഴം എന്താ കാര്യം എന്താണെന്ന് അറിയില്ല. പക്ഷെ അവരൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെ അനുഭവസ്ഥരുള്ള ദേവദാസന്മാരാകുമ്പോൾ നമ്മൾ അവർ പറയുന്നത് വളരെ ഒരു ശ്രദ്ധയോടെ ഏറ്റെടുത്ത് പോകും. എന്തുകൊണ്ടാണ് അവരത് പറയുന്നത്? അവര് ഇതേ പല വിഷയങ്ങൾ ഉപദേശം ശരിയാണ്, അവിടെ പല കാര്യങ്ങളിൽ ഉപദേശത്തിനകത്ത് ഇതുപോലെ അനുഗ്രഹങ്ങൾ ശാപങ്ങളുടെ വിഷയങ്ങള് പല വിഷയങ്ങൾ എടുത്തിട്ട് പറഞ്ഞു. നമുക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. അങ്ങനെ പക്ഷെ ദൈവത്തിന്റെ ഒരു ഹിതം, ഞാൻ ബാംഗ്ലൂരിൽ വന്ന് ചർച്ചകൾ അന്വേഷിച്ച് നടക്കുമ്പോൾ എനിക്ക് തക്കതായ ഒരു ചർച്ച എങ്ങും കിട്ടുന്നില്ല. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഇന്നതുപോലെ മേക്കറി സർക്കിളിനടുത്ത് ഒരു സഭയുണ്ട്, നീ അവിടെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആരും ഗൈഡ് ചെയ്യാനില്ലാതെ വേറൊരാൾ പറഞ്ഞത് കേട്ട് ഞാനും വേറൊരു സുഹൃത്തും കൂടെ അന്വേഷിച്ചു വന്ന്, അങ്ങനെയാണ് അന്ന് ഗംഗാനഗറിൽ ചർച്ച ഉള്ളപ്പോൾ ഞാൻ അവിടെ വരികയും അങ്ങനെയാണ് ആദ്യമായിട്ട് 2003 ഞാൻ ബഥേൽ ചർച്ചിൽ വന്ന് വരുമ്പോഴേ ഈ മനസ്സിൽ എല്ലാ സ്ഥാനങ്ങളും കിടപ്പുണ്ട്, നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട്. പക്ഷെ നമുക്ക് ഇവര് പറഞ്ഞെങ്കിലും ഇത് ബഥേലേജിയാണ്, MA വർഗീസ് പാസ്റ്ററുടെ ചർച്ചാണെന്നുള്ള ഐഡിയ ഒന്നും നമ്മൾ ആദ്യമായിട്ട് വരികയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതാണ് ചർച്ച എന്ന് മനസ്സിലായത്. പക്ഷേ ഇതിനകത്ത് വന്ന് മുൻവിധി മനസ്സിൽ കിടക്കുന്നെങ്കിൽ ഈ അകത്ത് വന്ന് ഈ ദൈവസാന്നിധ്യം അനുഭവിക്കുകയും ഇവിടെ വന്ന് വചനത്തിന്റെ ആഴങ്ങൾ കേൾക്കുകയും ചെയ്തപ്പോൾ ശരിക്കും അവർ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ മെമ്മറി പോലും ഇല്ലാതെ പോയി. കാരണം അനുഭവവും കേട്ട് കഴിയും. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും അത് പറയും, ഈ അനുഭവവും കേട്ടുകഴിവിയും രണ്ടും രണ്ടാണ്. ശരിക്കും ക്രിട്ടിക്കോടെ വന്നൊരു വ്യക്തി കുറ്റം കണ്ടുപിടിക്കാൻ വന്ന് കയറുമ്പോൾ പക്ഷെ പെട്ടെന്ന് നമ്മുടെ ആത്മാവിനെ അങ്ങ് ചേഞ്ച് ആകുക എന്നുള്ളതാണ്. റീമയായി മാറുകയാണ്, ഒരു അഭിഷേകമായി. 2003 വന്നു, 2025 സീനിയർ പോസ്റ്റ് ആണ്. വണ്ടർഫുൾ. പക്ഷേ കേട്ടാൽ മനസ്സിലാകാത്തവരല്ല, ഇവരെല്ലാം ഗ്രാജുവേറ്റ്സ്. അതെ 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 അദ്ദേഹമൊക്കെ ജോലി ചെയ്യുന്ന സെക്ടർ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒരു ക്രിട്ടിക് മറുപടി പ്രതീക്ഷിച്ചത്. മനസ്സിലാകുന്നവരാ. തീർച്ചയായിട്ടും. ആദ്യമേ പറഞ്ഞ സന്തോഷ് ഞങ്ങളുടെ ഒരു പ്രവാചകനാണ്. അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന ഒരു മിഷണറിയാണ്. ഇവിടെ നല്ലൊരു പ്രോമിസിങ് ബിസിനസ്സുകാരനാണ്. ചർച്ചിനകത്ത് ആക്റ്റീവ് മിനിസ്റ്ററാണ്. ദൈവം ആളുകളെ പണിയെന്ന് പറയുന്നത് ഭൗതികത്തിലും ആത്മീയത്തിലും ഒരുപോലെ ഇതിനകത്ത് രണ്ടിനകത്തും കടന്നു വരും. എത്ര പേരെ കർത്താവിലേക്ക് നയിക്കാൻ ദൈവം ആ മനുഷ്യനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ആരാധിക്കുന്നു എന്നുള്ളതല്ല, അദ്ദേഹം മീനെ പിടിക്കുന്നവനായി മാറുക. അദ്ദേഹം അങ്ങനെ ഒരാളാണ്. വിജിൽ ഇവിടുത്തെ ഞങ്ങളുടെ ഒരു സുവിശേഷകനാണ്. അദ്ദേഹം ഇവിടെ ചർച്ചിനകത്ത് പരസ്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരിൽ ഒരാളാണ്. പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ആത്മാക്കളെ നേടുന്ന ഒരാളാണ്. ഇവരെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഈ ബുദ്ധി കൊടുത്തു കഴിയുമ്പോൾ നന്നായി അവരെ മോൾഡ് ചെയ്താൽ അവർ കടന്നു വരും. ബ്രദറിന് എന്തെങ്കിലും? തീർച്ചയായിട്ടും ഞാനും ഈ പറഞ്ഞതുപോലെ
ഒന്നും ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് ഈ ബാംഗ്ലൂർക്ക് കടന്നു വരാൻ ഇടയായി തീർന്നത്. നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഞാൻ പാലക്കാടാണ്. പാലക്കാട് ഞങ്ങളൊരു നോൺ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ദൈവത്തിലേക്ക് വന്നു. യേശുവിനെ അറിഞ്ഞ ശേഷം ഞാൻ ആദ്യം നേരിട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ മരണമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ മരണം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ പഴയ ഒരു വീട് ഇടിഞ്ഞു വീണ് ആ വീടിനടിയിൽപ്പെട്ടാണ് എൻ്റെ പിതാവ് മരണപ്പെട്ടത്. അപ്പോൾ ആക്സിഡന്റ് ആയിട്ടുള്ള അത് മഴ വന്നിട്ട് ആ ഒരു ചുമര് ഭിത്തി മുഴുവൻ നനഞ്ഞിരിക്കുകയായിരുന്നു. ആ നനഞ്ഞിരുന്ന ഭിത്തിയിൽ എന്തോ എടുക്കാൻ വേണ്ടി അകത്ത് കയറിയപ്പോൾ ഇതെല്ലാം കൂടെ ദേഹത്തിലേക്ക് വീഴുമായിരുന്നു. പപ്പയുടെ ദേഹത്തേക്ക് വീണു. തലേദിവസം പപ്പയ്ക്ക് മരിക്കുന്ന സമയത്ത് 57 വയസ്സായിരുന്നു. ഹെൽത്തി ആയിരുന്നു. ഞാനന്ന് +2 പഠിക്കുന്ന സമയമായിരുന്നു. വൈകുന്നേരം ഒരു 7 മണിയോടുകൂടെയാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ വൈകുന്നേരം എൻ്റെ മമ്മിയാണെങ്കിൽ വേറൊരു വീട്ടു ജോലിക്ക് വേണ്ടി പോയിരിക്കുന്ന ഒരു അവസ്ഥ. എൻ്റെ പെങ്ങളാണെങ്കിൽ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലായിരുന്നു. അപ്പം പപ്പയും ഞാനും മാത്രമായിരുന്നു വീട്ടു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം പപ്പയ്ക്ക് വൈകുന്നേരം 7 മണിയായപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. ഞാൻ വീട്ടിലേക്ക് പുറത്തുനിന്ന് കയറി വന്നപ്പോൾ പപ്പയെ കാണാനില്ല. അന്ന് രാത്രി മുഴുവൻ ഞാൻ അന്വേഷിച്ച് നടന്നു. ടൗണിലും എല്ലാം അവിടെ അന്വേഷിച്ച് നടന്നു. കാരണം എൻ്റെ പപ്പ നല്ലൊരു മദ്യപാനി ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു കുടിച്ചിട്ട് എവിടെയെങ്കിലും റോഡ് സൈഡിൽ കിടക്കുന്നുണ്ടാവുമെന്ന്. പക്ഷേ ഞാൻ ഓർത്തു ശരി രാവിലെ വരുമായിരിക്കും എന്ന് പറഞ്ഞു. ഒരു 5:30 വെളുപ്പിന് ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പപ്പ വന്നിട്ടില്ല. വരാതെ ഞാൻ നേരെ വെളിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് ഞങ്ങളപ്പോൾ അതിന് സൈഡിൽ ഒരു ചെറിയൊരു വീട് കുടിൽ കെട്ടി താമസിക്കുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ആ വീട് എൻ്റെ അവിടെ മുഴുവൻ എല്ലാം ഇടിഞ്ഞു കിടക്കുവാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് 2007 ആ ഒരു സംഭവം അന്നത്തെ പത്രത്തിലെ ഫ്രണ്ട് പേജിൽ പടമടക്കം സനൂപ് അറിഞ്ഞില്ല അച്ഛൻ്റെ മരണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ഈ ബാംഗ്ലൂർക്ക് പഠിക്കുവാൻ വേണ്ടി +2 കഴിഞ്ഞിട്ട് കടന്നു വരുന്നത്. ഇവിടെ ഞാൻ കടന്നു വന്നപ്പോൾ ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഉള്ളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറുമാരിങ്ങനെ പറയും നമ്മുടെ എല്ലാവരുടെ മനുഷ്യൻ്റെ അകത്ത് ഒരു മൃഗത്തിൻ്റെ സ്വഭാവം ഉണ്ടെന്ന്. അപ്പോൾ ഈ മരണത്തിൻ്റെ ശേഷം എൻ്റെ ഹൃദയത്തിൽ ഇനി അടുത്തത് എന്താകും, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെയുള്ള പല നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവ് എങ്ങനെയെല്ലാം നമ്മുടെ ഉള്ളത്തിലൂടെ കയറി വരും. അപ്പോൾ സഭയിലേക്ക് ഞാനിവിടെ വന്ന് ഇവിടുത്തെ വചനവും ഇവിടുത്തെ ശുശ്രൂഷകളും ഇതെല്ലാം നമ്മൾ അനുഭവിക്കുകയും കാണുകയും ചെയ്തപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായി. ഹൃദയത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. വന്നത് തകർന്നാണ് വന്നത്. ഇഷ്ടപ്പെട്ടു. വീട്ടിൽ അമ്മയാണെങ്കിൽ ജോലി ചെയ്ത് അധ്വാനിക്കുന്നു. അതെ, ഇവിടെ വന്ന് മൊത്തത്തിൽ മനസ്സിനൊരു വലിയ മാറ്റം, ഭയങ്കര മാറ്റം ഉണ്ടായി. നമ്മുടെ ഹൃദയത്തെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തി. അതാണ് പണം കൊണ്ട് മേടിക്കാൻ കഴിയത്തില്ല സമാധാനം എന്ന് പറയുന്നത്. അതെ, ആബ്സല്യൂട്ട്ലി. പണം കൊടുത്ത സമാധാനം കിട്ടുമോ? പണമുള്ള എത്രയോ പേരുണ്ടോ? സമാധാനം ഇല്ല. അതാണ് സമാധാനം നഷ്ടപ്പെട്ട ഒരാൾ ഇതിനകത്ത് വന്നപ്പോൾ അതും ഏത് സാഹചര്യത്തിലാണ് വന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലൊക്കെ ഫീച്ചർ ചെയ്ത ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീടുള്ള മാറ്റങ്ങൾ എന്താണ്? ഞാൻ അങ്ങനെ ഇവിടെ വന്ന് പഠിക്കുവാൻ വേണ്ടി വന്നു. ഇവിടെ സഭയുമായിട്ട് ചേർന്ന് നിന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഓരോരോ കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിക്കുവാനും മുമ്പോട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിലുള്ള ശാപത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചും എല്ലാം എനിക്ക് ഇവിടുന്ന് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. ഞാനത് വചനത്തിലൂടെ സംസാരിച്ച് ഓരോ ദിവസവും പാസ്റ്ററുകളുടെയും പാസ്റ്ററുടെയൊക്കെ മെസ്സേജുകളെല്ലാം കേട്ട് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ അത് മനസ്സിലാക്കിയപ്പോൾ തുടർന്ന് എന്ത് ചെയ്തു, ദൈവം ഓരോരോ നന്മകൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയായി തീർന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ 10ാം ക്ലാസ്സിൽ 2 മാർക്ക് മേടിച്ചിട്ട് തോറ്റ വ്യക്തിയാണ്. എനിക്ക് 10ാം ക്ലാസ്സിൽ എനിക്ക് കണക്കിൽ 2 മാർക്കേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല ആർക്കും ഹിസ്റ്ററി മേക്കറാണ്. അതെ, ഈ എന്ന് പറഞ്ഞൊരു ആ ഒരു ഗ്രേഡ് ഇന്ന് വരെ ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ അതെനിക്ക് കിട്ടിയ സ്പെഷ്യലാണ്. സനൂപ് മനോരമയുടെ ഫ്രണ്ട് പേജിൽ അപ്പന്റെ ആ ദാരുണമായ അവസ്ഥയിൽ ഒരു മകൻ വരിക എന്ന് പറഞ്ഞാൽ അത് ക്രൂരമായ ഒരു അവസ്ഥയാണ്. അത് വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ പറയുന്നില്ലേ, ആർക്കും അത്രയും താഴോട്ട് ആരും പോയിട്ടില്ല, അത്രയും താഴെ കിടന്ന് വരികയാണ്. അതെ, അവിടെ നിന്നാണ് ദൈവം എന്ത് ചെയ്ത് എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഈ സഭയെന്നുള്ള ഒത്തിരി ആ സപ്പോർട്ടും വചനവും എല്ലാം നമുക്ക് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ദൈവം ഓരോ പടിപടിയായിട്ട് ഞങ്ങളെ ഉയർത്തുവാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു കുടുംബമായി, നല്ല വിദ്യാഭ്യാസമായി, നല്ല ജോലിയായി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ആത്മീയമായും ഭൗതികമായിട്ടും നന്മകളാൽ ദൈവം ഞങ്ങളെ നിറച്ചു.
ആ ഒരു നന്മയിലൂടെയാണ് ഈ സഭയിലൂടെ ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാനും എൻ്റെ വൈഫും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും എൻ്റെ മാതാവും ഞങ്ങളെല്ലാവരും ഇവിടെ സ്വന്തമായിട്ട് ഭവനം മേടിക്കുവാനും വാഹനവും കാര്യം എല്ലാം ദൈവം ഞങ്ങൾക്ക് നൽകി. അത് ഭൗതികത്തിൽ ഉപരിയായിട്ട് നമുക്കൊരു കുടുംബത്തിൽ ആത്മീക സന്തോഷം എന്നുള്ളത് അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല. പക്ഷെ നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഈ അനുഭവിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളോടും നമുക്ക് അങ്ങനെ ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത വ്യക്തികളോട് ഞങ്ങളുടെ ഈ സാക്ഷ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവർക്കും അതൊരു പ്രചോദനമാകുവാനും കാര്യങ്ങളെല്ലാം ആകുവാൻ ഇടയാകുവാണ്. ഇന്ന് ഓൾമോസ്റ്റ് 100-നും 150-നും ഇടയിലുള്ള വ്യക്തികൾ എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടെല്ലാം നമ്മുടെ സാഹചര്യം പറയുവാനും അവരെ മുമ്പോട്ട് എന്താണ് ക്രിസ്തുവിലുള്ള ജീവിതമെന്ന് പറയുവാനും എല്ലാം ഞാനും ഞങ്ങളുടെ കുടുംബവും എല്ലാം ഈ സഭയിൽ നിന്നുള്ള ആ ഒരു വചനത്തിൻ്റെ പ്രചോദനത്തിൽ ചെയ്യുവാൻ ഇടയായിത്തീരുന്നുണ്ട്. അതായത് ഒരു ശാപം ഒരു മനുഷ്യനിൽ നിന്ന് മാറിയാൽ ആ മനുഷ്യർക്ക് എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം അവർ പരിശുദ്ധാത്മാവിനെ അങ്ങ് തുറന്നു കൊടുത്തു. ഇവരെല്ലാം അക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. നമ്മുടെ ഈ റോങ് ടീച്ചിങ്സ് അവർക്കില്ല. ഇവിടെ IPC ടീച്ചിങ്ങും കഴിഞ്ഞ് വരുന്നതാണ് ആ അത് ബ്രേക്ക് ചെയ്താണ് ഇദ്ദേഹം പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഒരു വിഭാഗം IPCക്കാർക്ക് പരിശുദ്ധാത്മാവിനെ വിശ്വാസം ഇല്ലെങ്കിലും നന്നായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തിലുണ്ട്, ഒരുപാട് പേര്, യാതൊരു സംശയമില്ല. നമുക്കൊക്കെ ആ പശ്ചാത്തലം ഉണ്ട്, പറയുന്നത് കുഴപ്പമില്ല. നമുക്കിപ്പോ നമ്മളെ അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എന്റെ ദേശാംശത്തിന്റെ ഒരു ഭാഗം IPC ഇത് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ ഉപദേശം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ എൻ്റെ വിവാഹത്തിന് ശേഷം ഒരു 5 വർഷത്തോളം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. കേരളത്തിലും മറ്റും ഏറ്റവും പ്രമുഖമായിട്ടുള്ള 3-4 ഹോസ്പിറ്റലിൽ നമ്മൾ കാണിക്കും. ബുദ്ധിമുട്ടാണ് നിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള സാധ്യതകൾ, ചില ശാരീരികമായ പ്രശ്നങ്ങളുണ്ടെന്ന് 2 പേരോടും സംസാരിക്കുകയും ഡോക്ടർമാരെ അവിടുത്തെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ ആ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ പാസ്റ്ററുകൾ ഇവിടെ ദൈവാത്മ നിയോഗത്തിൽ ലവണ നിയമം എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് എടുത്ത് ഉപ്പ് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ, നിങ്ങളായിരിക്കുന്ന വീട്ടിൽ, നിങ്ങളായിരിക്കുന്ന കട്ടലക്കാൾ അത് ചെയ്യണമെന്നിങ്ങനെ. ഇതൊക്കെ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ പുതിയ അനുഭവങ്ങളായിരിക്കും. പക്ഷെ അന്ന് ഈ സബ്ജക്റ്റ് എടുത്ത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ വിശ്വാസത്താൽ കർത്താവേ അങ്ങനെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ, പാസ്റ്ററുകൾ അതിനെ നമ്മുടെ ബൈബിൾ പശ്ചാത്തലത്തിലുള്ള എലീശയുടെ ഭാഗമൊക്കെ എടുത്ത് മരണം മാറിയ അനുഭവങ്ങളെ കുറിച്ച് പഥ്യമായതിനെ കുറിച്ചൊക്കെ എടുത്ത ശേഷമാണ് ഇത് തന്നത്. വിശ്വാസത്താൽ പ്രാർത്ഥിച്ചൊരു ഉപ്പ് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നു. അധികം സഭകളിൽ കണ്ടിട്ടില്ലാത്ത, പക്ഷെ വളരുന്ന സഭകളിൽ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച് കുറച്ച് ഉപ്പ് തന്നു. ഞങ്ങളൊരു കവറിലാക്കി എണ്ണ കൊടുക്കാറുണ്ട്, ഉപ്പ് കൊടുക്കാറുണ്ട്, വെള്ളം കൊടുക്കാറുണ്ട്. അത് പ്രാർത്ഥനയുടെ ഒരു ഉപ്പ് തന്നു, കൊണ്ടുപോയി ഞങ്ങൾ പ്രാർത്ഥിച്ച് അന്ന് മുതൽ ഞങ്ങൾ ഈ ഡെയിലി ഈ വെള്ളത്തിൽ, ഞങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഈ 2 തരി ഉപ്പിട്ട് കുടിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കൂടെ തന്നെ പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങളെ കൈത്താങ്ങാൻ പ്രത്യേകിച്ച് ഇവിടെ ഒരു വലിയൊരു ദൈവദാസന്മാരുടെ ഒരു സമൂഹം തന്നെ ഉണ്ട്. ഏത് കാര്യത്തിനും പ്രാർത്ഥിക്കാനും വന്ന് സഹായിക്കാനും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ. പേരുകൾ എടുത്ത് പറഞ്ഞ ഒത്തിരി പേരുകൾ പറയാനുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ വന്ന് ഒത്തിരി ഞങ്ങളുടെ വിഷയങ്ങൾ, ഏറ്റവും ഈ മനസ്സ് തകർന്നവരെ കൈത്താങ്ങുന്ന, അത് നമ്മൾ പറയുന്നത് പോലെയല്ല, അനുഭവം. അപ്പോ അങ്ങനെ മനസ്സ് തകർന്നു പോയി എല്ലാ ഒരു സാധ്യതയില്ല, ഇനിയൊരു മുന്നോട്ട് കുഞ്ഞ് അങ്ങനെ ഒരു സാധ്യത സ്വപ്നം മാത്രമായി മാറുന്ന ആ സമയത്താണ് ഇങ്ങനെയുള്ളത്. നമ്മൾ ഈ ശുശ്രൂഷകളിൽ വിശ്വസിച്ച് ഞങ്ങളത് ചെയ്തുകൊണ്ട് ഇത് വെറുതെ കേൾക്കുകയല്ല, ഒരു സംസാരിക്കുകയല്ല, അനുഭവിക്കുകയാണ്. കാരണം കർത്താവ് ഞങ്ങൾക്ക് 5 വർഷത്തിന് ശേഷം 6ാമത്തെ വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു മോനെ തന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം പാസ്റ്ററുകൾ പുറത്തു പോയി, സഭയിൽ അത് പ്രാർത്ഥിച്ച് ഉപ്പ് തരുകയും ചെയ്തു. ഞങ്ങൾ കുടിക്കാൻ ഏകദേശം 4-5 ആഴ്ച കഴിഞ്ഞ ഉടൻ തന്നെ വൈഫ് കൺസീവ്. അത് ഭയങ്കര ഒരു, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ പുറമേ നിന്ന് കാണുന്നത് പോലെ അല്ല എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം അനുഭവത്തിൽ ഇതിപ്പോ എന്താ പറയാ, കണ്ട് അനുഭവത്തിൽ അനുഭവിക്കുമ്പോഴേ ഉപ്പ് നല്ലതാണെന്ന് പറഞ്ഞതിനേക്കാട്ടിലും അത് അനുഭവിക്കുമ്പോഴാണ് അതിന്റെ കാര്യം മനസ്സിലാവുന്നത് പറഞ്ഞതുപോലെ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബമായിട്ട് പറയുകയാണെങ്കിൽ പാസ്റ്റർ ദേവദാസനെ ഞങ്ങൾക്ക് വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. ഞങ്ങളുടെ പ്രത്യേകിച്ച് ചില പ്രത്യേക വിഷയങ്ങൾ ഒരിക്കലും സാധ്യതയില്ലാത്ത വിഷയം. എനിക്കിപ്പം ഇത് കാണുന്ന പ്രേക്ഷകരോടാണെങ്കിലും ഞാൻ ഇത് സംസാരിക്കുമ്പോൾ തന്നെ ഐ ക്യാൻ ഫീൽ ദ അനോയിന്റിങ്, ആ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം. അതെ അത് ആ അഭിഷേകം നമ്മൾക്ക് ഫ്ലോ ആയിക്കൊണ്ടിരിക്കുക. ഐ ബിലീവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിലേക്കും ആ അഭിഷേകം ഇപ്പോൾ തന്നെ മൂവ് ആകുകയും അവരും ശാപത്തിന്റെ അടിമത്തത്തിലാണെങ്കിൽ പകൽക്കാലം അഭിഷേകത്തിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് അസാധാരണമായി അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. കാരണം 3
അത് പരാജയത്തിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പരാജയത്തിന്റെ കഥയാണ്. എല്ലാം തകർന്ന ആ വ്യക്തിയുടെ കൂടെ ഇന്ന് നൂറുകണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നൊക്കെ പറയുമ്പോൾ മിറക്കിൾ, ഒരു മിറക്കിളിന്റെ ഒരു സാക്ഷ്യം കൂടെ ബത്തേൽ ചർച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും രോഗസൗഖ്യത്തിലും വളരെ പാസ്റ്ററങ്ങൾ പ്രത്യേകിച്ച് അതിന് സ്ഥാനം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും അത് എക്സസൈസ് ചെയ്യുന്ന ഒരു സഭയാണ്. അങ്ങനെ ഞാനിവിടെ ആത്മീയമായിട്ട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അനുഭവത്തിലൂടെ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു. എനിക്ക് രണ്ടാമത്തെ കുഞ്ഞ് എൻ്റെ വൈഫ് കൺസീവ് ചെയ്ത് വയറ്റിലായിരിക്കുമ്പോൾ ഏകദേശം ഒരു 4 months കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വൈഫിന് അൺബെയറബിൾ പെയിൻ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അംബ്ലിക്കൽ ഹിരണ്യ വയറിൽ ഗ്രോ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയും കുഞ്ഞും കൂടെ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ രക്ഷപ്പെടത്തില്ല. കാരണം പ്രഗ്നൻസി പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഹിരണ്യ വലുതായാൽ കോംപ്ലിക്കേഷൻ ആവും, ഇറ്റ് വിൽ ബി എ ബിഗ് പ്രോബ്ലം, അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന പറഞ്ഞ വിഷയത്തിൽ പാസ്റ്ററുകൾ പഠിപ്പിച്ച ഒരു വിഷയമാണ് അബോർഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ശാപത്തിൻ്റെ വിഷയം. ഡോക്ടർ പറഞ്ഞു ഇത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ അമ്മ നഷ്ടപ്പെടും, അല്ലെങ്കിൽ രണ്ടും നഷ്ടപ്പെടും. ഞങ്ങൾ വളരെ ഭാരത്തിലായി ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ ഞങ്ങൾ കേട്ട ഈ വചനങ്ങൾ ഞങ്ങളുടെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരോട് തീരുമാനിച്ചു പാസ്റ്ററുകളുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ പാസ്റ്ററുകളെ വിളിച്ചു. പാസ്റ്ററുകളെ രാവിലെ, പാസ്റ്ററുകളുടെ ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല, ഗംഗാനാറിലായിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഞങ്ങൾ വിളിച്ചു. 6:30 ആയപ്പോൾ ഞങ്ങൾ ഗംഗാനാറിലെ വീട്ടിൽ വന്നു. പാസ്റ്ററുകളോട് ഇങ്ങനെ പറഞ്ഞു. പാസ്റ്ററുകൾ പറഞ്ഞു ബ്രദറിന് വിശ്വാസമാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വാസമാണ് പാസ്റ്ററെ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം വൈഫിന് കുനിയാൻ വയ്യ, ശ്വാസം എടുക്കുമ്പോൾ, കാരണം ഈ വയറ് ടൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഹിരണ്യ ഇങ്ങനെ പ്രൊട്രൂഡായി, ഐ തിങ്ക് ഓൾമോസ്റ്റ് 2 inch പുറത്തേക്ക് പ്രൊട്രൂഡായി ഇരിപ്പുണ്ട്. എവറി മൂവ്മെൻറ്റ് ഇസ് പെയിൻ. അതും ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലത്തെ പെയിനാണ്. പാസ്റ്റർ ആൻറ്റിയോട് പാസ്റ്ററുകൾ പറഞ്ഞു വയറ്റത്തോട്ട് കൈവെക്കാൻ. ഞാൻ എൻ്റെ കയ്യിലോട്ട് പാസ്റ്ററുകളെ പിടിച്ചു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവദാസനെ വിശ്വസിക്കത്തില്ല, പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ നിമിഷം ദൈവം ആ വേദന എടുത്തു കളഞ്ഞു. അനുഭവം പറയുന്നതാണ്. അതിനുശേഷം കംപ്ലീറ്റ് 9 months പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു, നോർമൽ ഡെലിവറി. ആ ഹിരണ്യ അതിൽ നിന്ന് 1 inch മറന്നുപോയി. ഞാനത് ഓർക്കുന്നില്ല. ഞാൻ പൊതുവെ സഹോദരിമാർക്ക് വേണ്ടി അങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ എൻ്റെ വൈഫിനോട് പറയും അവരുടെ ശരീരത്തിൽ കൈവെക്കാൻ പറയും. ഞാൻ സാധാരണ തലയിൽ കൈവെക്കും. തല കവർ ചെയ്ത സഹോദരിമാരാണ് തലയിൽ കൈവെക്കും, ഇല്ലെങ്കിൽ മാറി നിന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ തന്നെ വേറെ ഒരു കോളാറിലുള്ള ഒരു ജെയിംസിൻ്റെ വൈഫിനെ ഒരിക്കൽ വീട്ടിൽ കൊണ്ടുവന്നു. അവർക്ക് ഇതുപോലെ ഡെലിവറിയുടെ ദിവസമായി, എനിക്കൊന്ന് 2-3 ദിവസത്തിനകം ഡെലിവറി നടക്കണം. അവരുടെ വയറിനകത്ത് എന്തോ പ്രോബ്ലം ഉണ്ടായി. ഒരു തടിക്കഷണത്തെ തൊടുന്ന പോലെയാണ് അവരുടെ വയറിൽ തൊട്ടാൽ, അങ്ങനെ അങ്ങ് സ്റ്റിഫായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ നടക്കത്തില്ല, ഇവിടെ ഒന്നും നടക്കത്തില്ല, എവിടെയെങ്കിലും മേജർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കൂ, ഇതല്ലാതെ യാതൊരു മാർഗ്ഗവുമില്ല. അത് എന്തോ പ്രോബ്ലം എന്ന് ഒരു കൊച്ചു ഹോസ്പിറ്റൽ, നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള ഹോസ്പിറ്റലൊന്നും തീരെ ചെറുതൊന്നുമല്ല, ഈ ഹോസ്പിറ്റലിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ എവിടെയെങ്കിലും മേജർ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ജെയിംസ് നേരെ വീട്ടിലോട്ടാണ് വന്നത്. വീട്ടിലോട്ട് വന്നു, എൻ്റെ വൈഫ് അവിടെ ഇല്ല. ഞാൻ പറഞ്ഞു ജെയിംസേ എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, നീ ഞാൻ അടുത്തു വാന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ എൻ്റെ ഒരു വിരൽ അവിടെ വയറേ വെച്ചു. ഞാനും പ്രസ് ചെയ്ത് നോക്കി, തടിക്കഷ്ണം പോലെ ഇരിക്കുക. ഞാൻ പറഞ്ഞു യേശുവേ, എന്നെ ഇവിടുത്തെ ശുശ്രൂഷകനാക്കി വിട്ടെങ്കിൽ എൻ്റെ സഹപ്രവർത്തകന്, ഇവൻ കൊച്ചി ചേർക്കനാണ്, ഇവൻ്റെ ഭാര്യ ഈ സമയത്ത് പോകാനൊക്കത്തില്ല, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാം എന്ന് പറഞ്ഞു. ജെയിംസിനോട് ഞാൻ പറഞ്ഞു ജെയിംസെ വിശ്വസിച്ചു, ദൈവം എന്നോട് ഇടപെട്ടു, സൗഖ്യമാക്കി, നീ നേരെ വീട്ടിൽ പോ, എന്നിട്ട് ഒരു ഹോസ്പിറ്റലിലോട്ട് പോകണം, നേരെ വീട്ടിൽ പോ, എന്നിട്ട് നാളെയോ മറ്റന്നാളോ ഇവിടെ ഡെലിവറി പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറഞ്ഞു. ജെയിംസ് വീട്ടിൽ ചെന്നെ വിളിച്ച് പറഞ്ഞു വേദനയും ഇല്ല, സ്റ്റിഫ്നെസ്സും ഇല്ല, എവറിതിങ് ഈസ് ഓവർ. ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഓർക്കുന്നുണ്ട്. വേറൊരു ഇൻസിഡൻറ്റ് ഇവിടെ തന്നെയുള്ള ആ മോളിന്ന് മലയാളത്തിൽ വരുന്നില്ല, എനിക്കതിനകത്ത് സങ്കടമുണ്ട്. ഞാനിവിടെ ജോലിയോടുകൂടെയാണ് സുവിശേഷം ചെയ്തുകൊണ്ടിരുന്നത്, ജോലിയോടുകൂടെയായിരുന്നു ചർച്ചിൻ്റെ ചുമതല. സ്റ്റാർട്ടിങ്ങിൽ 22 ഉണ്ടായുള്ളെങ്കിലും ഞാൻ റിസൈൻ ചെയ്യുന്ന സമയമൊക്കെ അപ്പോഴത്തേക്ക് ഒരു 350 പേരെങ്കിലും ഉണ്ട് ചർച്ചിൽ. പക്ഷേ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലങ്ങളിൽ രാവിലെ 8 മണിക്കും വൈകിട്ട് 5 മണിക്കും ഇടയ്ക്ക് ഒരാളിന് പനി പോലും വന്നിട്ടില്ല. കാര്യം ഒരു അസുഖം ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഞാൻ ജോലിയിലായിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾക്ക് അസുഖം വന്നിട്ടില്ല, നീണ്ട വർഷങ്ങൾ ഒറ്റയാളിന്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സുനിലിനോട് പറഞ്ഞില്ല, മോനെ ദൈവം ഒന്ന് അനുവദിച്ചാൽ സംഗതികൾ വേറെയാണ്.
അത്രയും നാൾ ഒറ്റ വ്യക്തിക്ക്, എനിക്ക് അവധിയില്ലാത്ത ദിവസം ഒരാൾ മരിച്ചിട്ടില്ല. അത്രയും നാൾ അത് കഴിഞ്ഞ് ആ ജോലി വിട്ട ശേഷമാണ് ഇതൊക്കെ തുടങ്ങുന്നത്. ഓൺ ടൈമിൽ മരിക്കുന്നതും, ഇപ്പം ഞാൻ ഇല്ലാത്തപ്പോഴും മരിക്കും, പക്ഷേ മരിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ ആളുണ്ട്, ഇഷ്ടം പോലെ സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പുണ്ട്, ഒരു പ്രോബ്ലവും ഇല്ല. ദൈവം അത് അതുപോലെ സൂക്ഷിക്കും. ഈ ശാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്. നമ്മൾ മലാഖിയുടെ പുസ്തകം പഠിച്ചു വരുമ്പോൾ കൂട്ടത്തിൽ ഒരു ആണുണ്ടായിരിക്കും. ഇവിടെ മലാഖി 1:14 1:14 തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നല്ല ഒരു ആണാട് ഉണ്ടായിരിക്കെ കർത്താവിനെ നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിനു വേണ്ടി മാന്യമായി ഒന്ന് കൊടുക്കാതെ മാന്യത കുറഞ്ഞ് ഒന്ന് കൊടുക്കുന്നവന് ശപിക്കപ്പെട്ടവനാണ്. ശാപം ഇല്ലെന്നൊരുത്തം പറഞ്ഞാൽ നമ്മളിൽ 99% ആളുകൾ, എല്ലാവരും അല്ല, ദൈവത്തെ നന്നായി മനസ്സിലാക്കുന്നവർക്കതില്ല, താണതാ കൊടുക്കുന്നത്. അവൻ ശപിക്കപ്പെട്ടവനാണോ അല്ലേ? അടുത്തൊരു എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ പറഞ്ഞേക്കാം അതൊക്കെ ഓരോ എക്സെപ്ഷൻസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളയണ്ട. ഇത് പുസ്തകത്തിൽ നിന്ന് വെട്ടിയിട്ടില്ല. ആകാശവും ഭൂമിയും മാറിയാൽ ഇത് മാറുകയില്ല. ആരായിരുന്നു? ജോൺ ഹേഗി. പാസ്റ്റർ ജോൺ ഹേഗിയുടെ ചർച്ചിൽ ഒരിക്കൽ ഞങ്ങൾ പോയി, ഓഫീസിൽ ഞാനൊരിക്കൽ പോയി. അദ്ദേഹം എനിക്കൊരു ഗിഫ്റ്റും ഒക്കെ തന്നു. എനിക്കും വൈഫിനും ഓരോ ഗിഫ്റ്റുണ്ട്. എൻ്റെ മൂത്ത മോൻ, ഇളയ മോൻ ഇമ്മീഡിയറ്റ്ലി ചോദിച്ചൊരു ചോദ്യം, ഡാഡിയോട് ഇരിക്കാൻ പറഞ്ഞോ, കസേരയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല. കാര്യം ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ഓഫീസിൽ ചെന്നാൽ എന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ലട, കസേര ഇല്ലായിരുന്നു, ഇരിക്കാൻ പറഞ്ഞില്ല, പുള്ളി നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്തിരുന്നത്. നീ എന്നെ അങ്ങനെ ചോദിക്കാൻ കാര്യം? അയാളുടെ വാചകം, കർത്താവിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അയാൾ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. 8 മണിക്കൂറാണ് പുള്ളി ചർച്ചിൽ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. ആ 8 മണിക്കൂർ നിൽക്കത്തേ ഉള്ളൂ, ഇരിക്കത്തില്ല. കർത്താവിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ. ഇവിടെ അയലോക്കത്തെ പാസ്റ്ററെ വിളിച്ച്, പാസ്റ്ററെ ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ, കാണാം, ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ 8 കഴിയും കേട്ടോ, രാത്രിയിൽ ഇച്ചിരി ലേറ്റായിട്ടാണ് കിടക്കുന്നത്. ഞാൻ ശപിക്കപ്പെട്ടതാണെന്നോ അല്ലയോ പറ, ഇനി എനിക്കറിയത്തില്ല. വേദപുസ്തകം സത്യമാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഗൗരവം ഭയങ്കരമാണ്. കർത്താവിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഊനമില്ലാത്തൊരാണുണ്ടായിരിക്കെ ഊനമുള്ള ഒരു പെണ്ണിനെ ദൈവത്തിന് കൊടുത്താൽ അവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തെ മാനിക്കാതിരിക്കുന്നാൽ ശപിക്കപ്പെട്ടവനാണ്. എല്ലാ രീതിയിലും ദൈവത്തെ ആദരിക്കണം. നമ്മിൽ പലർക്കും ഇന്ന് ഇതൊന്നും ഇല്ല, ഇതിന് ഒത്തിരി ദൂരം, എന്നിട്ട് ശാപമില്ല എന്നങ്ങ് പറഞ്ഞേക്കുക. അത് പറഞ്ഞപ്പോൾ തന്നെ പാസ്റ്ററിൻ്റെ ഒരു ക്ലാസ്സിൽ ഒരു നോട്ടിനെ പറ്റി സംസാരിക്കുകയും അതൊരു വിവാദമാകുകയും ചെയ്യുകയുണ്ടായി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് അവിടെ? പക്ഷേ ഇത് കൊറോണയ്ക്ക് മുമ്പേ 2019 ഒരാൾ പറഞ്ഞു. ഇന്ന് ഞാൻ പകല് ഇതേ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച കാര്യം ഒരുപാട് പേര് ഇത് പറയാറുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിനുണ്ടായിരുന്ന ഒരാൾ ഇന്ന് അറ്റൻഡ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ 2019 പറഞ്ഞു, ട്രിവാൻഡ്രത്ത് വെച്ച് എടുത്ത ഒരു ക്ലാസ്സിനകത്താണ് ഞാൻ അതിനകത്ത് എടുത്തതാണ് ഈ പബ്ലിഷ് ചെയ്യുന്നത്. അവിടുത്തെ ആ ബ്ലൂ കളറിലുള്ള കർട്ടൻ അല്ല, ഞാൻ നന്നായിട്ട് ആ സംഭവം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചർച്ചിലെടുത്തൊരു ക്ലാസ് അല്ല. ഈ ചർച്ചിൽ പൊതുവേ ഞാൻ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അധികം പറയാറില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇവിടുത്തെ കൾച്ചർ അതാണ്. ഇവിടെ ആളുകൾ നന്നായി കൊടുക്കുന്നവരാണ്, നന്നായി ചെയ്യുന്നവരാണ്. ഈവൻ കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവൻ്റെ ഞങ്ങൾക്ക് വേണ്ടതാണ്, ഞങ്ങൾ അതിനെക്കുറിച്ച് താല്പര്യപ്പെടുന്നുമില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ ഒരു നല്ല ക്ലാസ് ഇതിനെക്കുറിച്ച് എടുക്കണം, ദൈവത്തിന് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, നമ്മളെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി എങ്ങനെ ദൈവത്തിന് കൊടുക്കണം എന്ന് ചോദിച്ചു. ഞാൻ അവിടെ എടുത്തിയ ഒരു ക്ലാസ്